നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവത്തിൻ്റെ ജില്ലാതല മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അരുവികൾ, നദികൾ, തടാകങ്ങൾ, അഴിമുഖങ്ങൾ എന്നിവയുൾപ്പെടെ ധാരാളം ജലാശയങ്ങളാൽ കേരളം അനുഗ്രഹീതമാണ്. ഇവയിൽ ശുദ്ധജല തടാകങ്ങളുടെ വൈവിധ്യം ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന പദവി ഏത് തടാകത്തിനാണെന്ന് അറിയുമോ? ഏതാണ് ഉത്തരം? ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലുള്ള ശാസ്താംകോട്ട കായൽ. 2002 ഓഗസ്റ്റ് മാസം 8 ഈ തടാകത്തെ പ്രത്യേക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അർഹമായ ഇന്ത്യയിലെ 25 റംസാർ സൈറ്റുകളിൽ ഒന്നായി പ്രഖ്യാപിച്ചു. കേന്ദ്ര തണ്ണീർത്തട സംരക്ഷണ പരിപാലന ചട്ടങ്ങൾ 2010 ഷെഡ്യൂളിൽ ഈ തടാകത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ചിത്രശലഭങ്ങൾ പ്രധാനപ്പെട്ട പരാഗണകാരികളാണ്. വിവിധ വലുപ്പത്തിലുള്ള ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ചിന്നപ്പുൽ നീലിയെ പോലെ ചിലത് ചെറുതാണെങ്കിൽ പാപ്പിലിയോനിഡേ കുടുംബത്തിലെ ശലഭങ്ങൾ വളരെ വലുതാണ്. അവയുടെ വിവിധ വലുപ്പങ്ങൾ വൈവിധ്യമാർന്ന പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നതിന് അവയെ പ്രാപ്തരാക്കുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഈ ചിത്രശലഭം ഏതാണ്? ഗരുഡ ശലഭമാണിത്. ഇത് പെൺഗരുഡ ശലഭമാണ്. ലോകത്ത് ദക്ഷിണേന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന മനോഹര ചിത്രശലഭമാണ് ഗരുഡശലഭം. ബേഡ് വിങ് എന്ന ഇതിൻ്റെ പേരിലേതുപോലെ വിശാലമായ ഗരുഡ ചിറകുമായി നാട്ടിലും കാട്ടിലും ഉയരത്തിലൂടെ പറന്നു വിലസുന്ന ചിത്രശലഭമാണിത്. ഇന്ത്യയിലെ ഏറ്റവും ചിറകുവലിപ്പം കൂടിയ പൂമ്പാറ്റയായി ഇതിനെ കണക്കാക്കുന്നു. ചുവപ്പ് നിറമുള്ള മനോഹരമായ പൂക്കളിലാണ് സാധാരണ തേനുണ്ണൻ വന്നിരിക്കുന്നത്. നാട്ടിൽ സാധാരണമായി കാണുന്ന കൃഷ്ണകിരീടം, ചെത്തി, കൊങ്ങിണിപ്പൂവ് എന്നിവയിൽ സ്ഥിര സന്ദർശകരായി ഇവരെ കാണാവുന്നതാണ്. ഇതിൻ്റെ മുട്ട വിരിഞ്ഞുണ്ട പുറത്തു വരുന്ന കുഞ്ഞു ലാർവ പുഴുക്കൾക്ക് കഴിച്ചു വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഈശ്വരമൂലി എന്നത്. വിഷചികിത്സയിൽ ഉപയോഗിക്കുന്നതും അത്യുത്തമമായ ഔഷധ ഗുണങ്ങളുള്ളതുമായ ചെടിയാണ് ഈശ്വരമൂലി എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അരിസ്തലോക്കിയ ഇൻഡിക്ക എന്നതാണ്. ഗരുഡക്കൊടി, ഗരുഡപ്പച്ച, ഈശ്വരമുല്ല, കരളകം, ഉറിതൂക്കി, വലിയ അരയൻ എന്നെല്ലാം ഇതിന് പേരുകളുണ്ട്. ഇതാണ് ഈശ്വരമൂലി എന്നറിയപ്പെടുന്ന ചെടി. ഇലയും അതിൻ്റെ കായ്കളുമാണ്. ഈ ചിത്രം ഏതെന്ന് തിരിച്ചറിയുക. ബുദ്ധമയൂരി, പാപ്പിലിയോ ബുദ്ധ, മലബാർ ബാൻഡഡ് പീക്കോക്ക്. മയൂരവർണ്ണമുള്ള മനോഹര ചിത്രശലഭമാണ് ബുദ്ധമയൂരി. കിളിവാലൻ ശലഭങ്ങളായ പാപ്പിലിയോനിഡയിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ പൊതുജനങ്ങളിൽ നടത്തിയ തിരഞ്ഞെടുപ്പിലൂടെ 2018 നവംബർ 12 സംസ്ഥാന ചിത്രശലഭം എന്ന പദവി ലഭിക്കുകയുണ്ടായി. മുള്ളിലവ് അഥവാ മുള്ളിലം, ഇതിൻ്റെ ശാസ്ത്രീയ നാമം സാന്തോസൈല റെക്സ എന്നാണ്. കൊത്തുമുരിക്ക്, കുമിറ്റി എന്നെല്ലാം അറിയപ്പെടുന്ന മരത്തിലാണ് ഇവ മുട്ടയിടുന്നത്. ഗോളാകൃതിയിലുള്ള ഇളം മഞ്ഞ നിറത്തിലുള്ള മുട്ട കുറച്ചു കഴിയുമ്പോൾ നരച്ച നിറമാകും. പിരിഞ്ഞിറങ്ങുന്ന ലാർവകൾക്ക് പച്ച നിറമാണ് ഉണ്ടാവുന്നത്. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റ് 2 മയൂരി ശലഭങ്ങളാണ് ചുട്ടിമയൂരി എന്നത്, പാരീസ് പീക്കോക്ക്, പാപ്പിലിയോ പാരീസ്, നാട്ടുമയൂരി, കോമൺ ബാൻഡഡ് പീക്കോക്ക് അല്ലെങ്കിൽ പാപ്പിലിയോ ക്രൈനോ എന്നിവ. ഇതാണ് ചുട്ടിമയൂരി എന്നറിയപ്പെടുന്ന ബട്ടർഫ്ലൈ. ഇത് നാട്ടുമയൂരി എന്നറിയപ്പെടുന്ന ബട്ടർഫ്ലൈ ആണ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ പഴനി കുന്നുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. തട്ടുകളായി തിരിച്ചുള്ള കൃഷി, ടെറസ് ഫാമിംഗ് രീതിയിൽ ആണ് ഇവിടുത്തെ കൃഷിയിടങ്ങൾ ഒരുക്കാറുള്ളത്. ശീതകാല പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്നതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഗ്രാമത്തിൻ്റെ പേര് ഏതെന്ന് പറയുക. ഉത്തരം വട്ടവടയാണ്. ഇതാണ് വട്ടവട എന്ന ഗ്രാമം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് വട്ടവട. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനു സമീപം തമിഴ്നാട്ടിൻ്റെ അതിർത്തിയിലായാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ പഴനിക്കുന്നുകൾ ഈ ഗ്രാമത്തിലൂടെ നീണ്ടുകിടക്കുന്നുണ്ട്. തട്ടുതട്ടുകളായ കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് വട്ടവട. അടുത്ത ചോദ്യം. സാധാരണയായി തവളകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. ഈ മുട്ടകൾ വിരിഞ്ഞു വാൽമാക്രികൾ ഉണ്ടാവുകയും അവ പിന്നീട് തവളകളായി മാറുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പടത്തിൽ കാണുന്ന തവള മുട്ടകൾ വെള്ളത്തിലല്ല, രൂപാന്തരീകരണത്തിന് വിധേയമാകുന്ന സാധാരണ ഇനം തവളകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജനുസിൽപ്പെട്ട തവളകൾക്ക് വാൽമാക്രികൾ ഇല്ല. പകരം അവ നേരിട്ട് ഇലകളിലോ പുല്ലുകളിലോ മുട്ടയിടുകയും തവളക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരികയുമാണ് ചെയ്യുന്നത്.
പശ്ചിമഘട്ടത്തിലെ തവളകളുടെ ഒരു ജനുസിൽ മാത്രമാണ് ഈ സവിശേഷ സ്വഭാവം കാണുന്നത്. ഈ തവള ജനുസിൻ്റെ പേരാണ് ഇലത്തവള എന്നത്. ഇതാണ് ഇലത്തവളയുടെ ശരിക്കുമുള്ള ചിത്രം. സാധാരണയായി പച്ചത്തവള എന്ന് വിളിക്കുന്ന ഇലത്തവളകൾ, ഇംഗ്ലീഷ് ലീഫ് ഫ്രോഗ് അഥവാ ദ കോമൺ ഗ്രീൻ ഫ്രോഗ്, റാണിയുടെ ഗോത്രത്തിലെ ഒരു തവള ഇനമാണ്. ഹൈലറാണ ജനുസിൽപ്പെട്ട ഇവയുടെ ശാസ്ത്രീയ നാമം ഹൈലറാണ എറിത്രിയ എന്നാണ്. എല്ലാം ഒന്ന് മനസ്സിൽ വയ്ക്കുക. അടുത്ത പിക്ചറാണ് സ്വർണ്ണത്തവള. ഹൈലറാന ഔറൻഡിയാക്ക എന്ന ശാസ്ത്ര നാമത്തിൽ അറിയപ്പെടുന്ന തവളയാണ് സ്വർണ്ണത്തവള എന്ന് വിളിച്ചു വരുന്നത്. ഇത് ട്രിവാൻഡ്രം ഫ്രോഗ്, കോമൺ വുഡ് ഫ്രോഗ്, സ്മോൾ വുഡ് ഫ്രോഗ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ശ്രീലങ്കയിലും പശ്ചിമഘട്ടത്തിലും കാണപ്പെടുന്ന തദ്ദേശീയ ജീവിയാണ്. പശ്ചിമഘട്ട പ്രദേശത്ത് കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന തവളയാണ് സ്വർണ്ണത്തവള. അടുത്ത ചോദ്യം, പക്ഷികളുടെ ഹൃദ്യമായ ശബ്ദം നമ്മൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. പലപ്പോഴും അതിരാവിലെ നമ്മെ ഉണർത്തുന്നതും ഈ ശബ്ദമാണ്. കാക്കയെപ്പോലെ ചില പക്ഷികളുടെ ശബ്ദങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. മികച്ച പക്ഷി നിരീക്ഷകർക്ക് ഓരോ ഇനത്തിലും പെട്ട പക്ഷികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളിൽ നിന്ന് ആ പക്ഷിയെ തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ നാട്ടിൽ സാധാരണ കേൾക്കാൻ കഴിയുന്ന ഒരു പക്ഷിയുടെ ശബ്ദമാണ് കേൾപ്പിക്കുന്നത്. അത് ശ്രദ്ധിച്ച യുവ പക്ഷി നിരീക്ഷകരായ നിങ്ങൾക്കതിനെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് നോക്കുക. ഈ പക്ഷിയുടെ പേര് ഏതാണ്? ഓലഞ്ഞാലി പക്ഷിയാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കട്ടെ. ചിത്രത്തിൽ കാണുന്ന മൃഗത്തെ തിരിച്ചറിയാമോ? ഇത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന നീലഗിരി താർ അഥവാ വരയാട് എന്ന മൃഗമാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പശ്ചിമഘട്ട മലനിരകളിൽ ഇവയെ കാണാമെങ്കിലും ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരയാടുകളുടെ സാന്നിധ്യം പ്രശസ്തമാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം കൂടിയാണിത്. ഇരവികുളം ദേശീയോദ്യാനം എല്ലാ വർഷവും വരയാടുകളുടെ പ്രജനന സീസണിൽ അടച്ചിടാറുണ്ട്. ഈ കാലയളവിൽ അവിടെ സന്ദർശകർക്ക് പ്രവേശനമില്ല. വരയാടുകളുടെ പ്രജനന കാലം ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ? ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് അതിൻ്റെ പ്രജനനകാലം നടക്കുന്നത്. അടുത്ത ചോദ്യം, തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന കുഴിമണ്ഡലി ഇനത്തിൽപ്പെട്ട ഒരു വിഷപ്പാമ്പിൻ്റെ പടമാണിത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പാലക്കാട് ചുരത്തിനും ചെങ്കോട്ട ചുരത്തിനും ഇടയിലുള്ള പ്രദേശങ്ങൾക്ക് തുല്യമായ ഉയരമുള്ള പ്രദേശങ്ങളിലാണിവ കാണപ്പെടുന്നത്. എന്നാൽ ഈ പടത്തിൽ കാണുന്ന കുഴിമണ്ഡലിയുടെ ചിത്രം മൂന്നാറിൽ നിന്നും പകർത്തിയതാണ്. ഏത് ഇനം കുഴിമണ്ഡലിയാണ് ഇത് എന്ന് എഴുതാമോ? ചട്ടിത്തലയൻ കുഴിമണ്ഡലി, ലാർജ് സ്കെയിൽഡ് പിറ്റ് വൈപ്പർ. കേരളത്തിൽ കാണുന്ന കുറച്ച് കുഴിമണ്ഡലികളും കൂടെ ആണ്. ഇത് മുഴമൂക്കൻ കുഴിമണ്ഡലി. അടുത്തത് മുളമണ്ഡലി എന്ന്. കേരളത്തിൽ അട്ടപ്പാടി, ചിന്നാർ, മറയൂർ, വയനാട് പ്രദേശങ്ങളിലാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. അടുത്തതാണ് ചോലമണ്ഡലി. അടുത്തത് ലാടമണ്ഡലി, കുതിരക്കുളമ്പൻ കുഴിമണ്ഡലി, ഹോഴ്സ് ഷൂ പിറ്റ് വൈപ്പർ. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഇനങ്ങളാണ്. കേരളത്തിൽ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. പേര് പോലെ തലഭാഗത്ത് കുതിരലാടം പോലുള്ള അടയാളമാണ് അവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യം, പ്രധാനമായും വരണ്ട ഇലപൊഴിയും കാടുകളിലും നദീതട ആവാസ വ്യവസ്ഥകളിലും കാണപ്പെടുന്ന അണ്ണാൻ ഇനമാണിത്. ഈ ചിത്രത്തിൽ കാണുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ഈ ഇനം ധാരാളമായി കാണുന്നു. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും കേരളത്തിലാണ്. ഈ ഇനത്തിൻ്റെ പേര് എഴുതുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ഉത്തരം പറഞ്ഞത് ആരോമൽ, ഹാഫീസ് മുഹമ്മദ്, അഭിരാജ്, ഗൗരി, അമാനാണ്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. അത് കഴിഞ്ഞ് ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്കും വിജയാശംസകൾ. എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.